I am Bijoy Nair, former officer, Food Corporation of India. Current Affairs പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമുക്കൊരു നല്ല ന്യൂസാണ്. ഡിസ്പ്ലേസ്ഡ് ലെബനീസ് റിട്ടേൺ ആ സീസ് ഫയർ കംസ് ഇൻ ടു ഫോഴ്സ് എന്നൊരു ന്യൂസാണ്. അതായത് വെസ്റ്റ് ഏഷ്യയിൽ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇസ്രായേലും ലെബനനും തമ്മിലല്ല, ലെബനനിലെ ഒരു മിലിഷ്യ ഫോഴ്സായ ഹിസ്ബുള്ളയായിട്ടും ഇസ്രായേലും ഹമാസുമായിട്ടും ഒക്കെ പ്രശ്നമാണ്. ഇസ്രായേലും ഇറാനുമായിട്ടും പ്രശ്നമുണ്ട്. അപ്പൊ ഈ അവിടെ ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം, അതായത് ഈ ഹിസ്ബുള്ളയായിട്ട് കഴിഞ്ഞ 14 മാസമായിട്ടുണ്ടായിരുന്ന പ്രശ്നം. 14 മാസം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന October 7 ആ October 7 തൊട്ട് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നു, യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് തൊട്ട് ഹമാസിന് സപ്പോർട്ടുമായിട്ട് ഹിസ്ബുള്ളയും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇസ്രായേൽ ഇപ്പോൾ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് എഗെയിൻസ്റ്റ് ഈ ഹിസ്ബുള്ള നടത്തിയിരുന്നു. ലെബനനിൽ ഒരുപാട് പേര് മരിച്ചു. ഇപ്പൊ ഫ്രാൻസും US ചേർന്ന് ഒരു പീസ് എഗ്രിമെന്റ് ബ്രോക്കർ ചെയ്തിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഒരു 2 monthsലേക്ക് വെടിനിർത്തൽ കരാർ, സീസ് ഫയർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഹിസ്ബുള്ള. അത് കഴിഞ്ഞ ശേഷം പിന്നെ അത് കണ്ടിന്യൂ ചെയ്താൻ സാധ്യതയുണ്ട്. അതിനവര് ഇസ്രായേല് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം സതേൺ ലെബനനില് ലെബനൻ പട്ടാളം മാത്രമേ അവിടെ സെക്യൂരിറ്റി ആയിട്ട് കാണാവുള്ളൂ, ലെബനൻ പട്ടാളം. അതല്ലാതെ ഹിസ്ബുള്ള എന്ന് പറയുന്ന മിലിഷ്യ ഗ്രൂപ്പ് അവിടെ ഡിസാം ചെയ്യണം. അവര് ആംസ് യൂസ് ചെയ്യാൻ പാടില്ല സതേൺ ലെബനനിലെന്നാണ്. അത് ഹിസ്ബുള്ള അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ദാറ്റ്സ് വൈ എ പീസ് എഗ്രിമെന്റ്, എ സീസ് ഫയർ എഗ്രിമെന്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ സതേൺ ലെബനൻ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയി പോയ ലെബനീസുകാരൊക്കെ അവിടെ തിരിച്ചു വരാൻ തുടങ്ങിയ ന്യൂസാണ്. നല്ല കാര്യം. സമാധാനം എവിടെയും നല്ലതാണല്ലോ. ഇനി രണ്ടാമത് ഡെഡ്ലോക്ക് എൻഡ്സ് ആസ് ഷിൻഡെ സേസ് BJP is free to choose CM എന്നൊരു ന്യൂസ്. ഷിൻഡെ, ഏകനാഥ് ഷിൻഡെ, current Chief Minister of Maharashtra. He is the caretaker Chief Minister of Maharashtra. Day before yesterday, he resigned from the Chief Minister's position, and the Governor CP Radhakrishnan asked him to continue as caretaker Chief Minister until a new Chief Minister take oath എന്നാണ്. അപ്പം കെയർടേക്കർ ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് ഷിൻഡെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോ പുതിയ ചീഫ് മിനിസ്റ്റർ ആരായിരിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുള്ളതാണ് മീഡിയാസ് പറയുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് BJP ഗോട്ട് ഓൾമോസ്റ്റ് മെജോറിറ്റി എന്ന് പറയാൻ കാര്യം ടച്ചിങ് ഡിസ്റ്റൻസ് ഓഫ് മെജോറിറ്റി. 145 സീറ്റ്സ് ആണ് മഹാരാഷ്ട്ര അസംബ്ലിയിൽ മെജോറിറ്റിക്ക് വേണ്ട. BJP ഗോട്ട് 132 സീറ്റ്സ്, ജസ്റ്റ് 13 ഷോർട്ട് ഓഫ് മെജോറിറ്റി. അതുകൊണ്ട് തന്നെ BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആവാനാണ് ഹയസ്റ്റ് പ്രോബബിലിറ്റി. ഇതുവരെയും ഫൈനലി പറഞ്ഞിട്ടില്ല. ബട്ട് ഷിൻഡെ അദ്ദേഹത്തിന്റെ ക്ലെയിം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഷിൻഡെ ശിവസേനയാണ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ അദാനി ഗ്രീൻ ഡിനൈസ് ബ്രൈബറി ആൻഡ് US FCPA വയലേഷൻ ചാർജ്, സ്റ്റോക്ക് റിക്കവർ ഷാർപ്ലി. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത് അദാനി വിഷയമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ കുറച്ച് റിഫ്ലക്ഷൻ ഒക്കെ ആദ്യ ദിവസങ്ങളിലുണ്ടായി. നൗ സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവേർഡ് ഫ്രം ദാറ്റ് പ്രോബ്ലംസ്. ആൻഡ് പിന്നീട് ഓപ്പോസിഷൻ ഈസ് ക്രിയേറ്റിംഗ് റക്കസ് ഇൻസൈഡ് പാർലമെന്റ് ഡ്യൂറിംഗ് ദ വിന്റർ സെഷൻ ഡിമാൻഡിംഗ് അറസ്റ്റ് ഓഫ് അദാനി ആൻഡ് അതർ ഒഫീഷ്യൽസ് ഓഫ് അദാനി ഗ്രൂപ്പ് കമ്പനീസ്. എന്താണ് കാര്യം? FCPA ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്. ഇത് US ആക്ട് ആണ്. FCPA ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്. ഈ ആക്ടിന്റെ അണ്ടറിൽ അദാനിക്കും അദാനിയുടെ നെഫ്യൂ കരൺ അദാനിക്കും അദാനി ഗ്രൂപ്പിലെ കുറെ ഒഫീഷ്യൽസിനും ഒക്കെ അഗേൻസ്റ്റ് ആയിട്ട് അവര് ഈ അദാനി ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ കമ്പനി ഒപ്പം അശ്വർ എന്ന് പറയുന്ന US ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയൊക്കെ ചേർന്ന് കുറെ കറപ്ഷൻസ് നടത്തി. കറപ്ഷൻ അമേരിക്കയിൽ നടത്തിയെന്നല്ല പറയുന്നത്, ഇന്ത്യയിലെ കുറെ ഒഫീഷ്യൽസിന് മണിയൊക്കെ കൊടുത്ത് ബ്രൈബൊക്കെ കൊടുത്തെന്നാണ് പറയുന്നത്. പക്ഷേ ഈ അദാനി ഗ്രീൻ എനർജി എന്ന് പറയുന്ന കമ്പനി ടോട്ടലി ആ അലിഗേഷൻസ് ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഒരു രീതിയിലും അദാനിയോ അല്ലെങ്കിൽ അദാനിയുടെ നെഫ്യൂനെയൊന്നും ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെന്നും അവരിപ്പോ അഷുറൻസ് കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊടുത്ത ഡിക്ലറേഷൻസ്, സ്റ്റോക്ക് മാർക്കറ്റിലെ സെബിയിൽ കൊടുത്ത സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഡിക്ലറേഷൻസ്. ദാറ്റ്സ് വൈ അദാനി ഗ്രൂപ്പ് കമ്പനീസ് റീബൗണ്ടഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. They were in a continuous fall during the last 1 week after these allegations came into force, after these charges came into force. പക്ഷേ ഇപ്പൊ ഇന്നലെ അവർ കമ്പനി ഷെയർ മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന ഒരു ന്യൂസ് ആണ്. പക്ഷെ നമുക്ക് വലിയ ആവശ്യമുള്ള ന്യൂസ് അല്ലെങ്കിൽ ഒരു വലിയ ന്യൂസ് വാല്യൂ ഉള്ള ന്യൂസ് ആണ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടെ വേറൊരു ന്യൂസ്, എയ്ഡ് നീഡഡ് ടു മീറ്റ് ദ കോസ് ഓഫ് കൺട്രോളിംഗ് പ്ലാസ്റ്റിക്സ് ഇന്ത്യ എന്നൊരു ന്യൂസ് കാണാം. നമുക്ക് ഇപ്പൊ അങ്ങോട്ട് COP29 സമ്മിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. COP29 സമ്മിറ്റ് നിങ്ങൾക്ക് അറിയാം, കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് 29th സമ്മിറ്റ് അസർബൈജാനിലെ ബാക്കുവിൽ നടന്നു. അതില്
$300 billion, $300 billion വെച്ച് ഡെവലപ്പിംഗ് നേഷൻസിന് ബൈ 2035 ഓരോ ഇയറിലും കൊടുക്കാമെന്ന് തീരുമാനിച്ചു ടു മീറ്റ് ദ ക്ലൈമറ്റ് ഗോൾസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് ഓഫ് 2015. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ബുസാൻ, സൗത്ത് കൊറിയയിലെ ബുസാനില് അടുത്ത മീറ്റിംഗ് നടക്കുകയാണ്. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി നെഗോഷിയേഷൻസ്. പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം വേൾഡിൽ കുറയ്ക്കുക, കർട്ടൈൽ ചെയ്യുക, കംപ്ലീറ്റ്ലി എറാഡിക്കേറ്റ് ചെയ്യുക ആഫ്റ്റർ സം ടൈം. അപ്പൊ അവിടെയും ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ക്ലൈമറ്റ് നെഗോഷിയേഷൻസിലെ പോലെ പ്ലാസ്റ്റിക് നെഗോഷിയേഷൻസിലും ഡെവലപ്പിംഗ് നേഷൻസിന് ഫണ്ട് കൊടുക്കണം ടു മൂവ് അവേ ഫ്രം ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. അതുപോലെ ഇതിന് ടെക്നോളജിയും ട്രാൻസ്ഫർ ചെയ്യണം. ഈ പ്ലാസ്റ്റിക് മാറ്റപ്പോൾ വേറെ പാക്കേജിംഗ് മെറ്റീരിയൽസ് ഒക്കെ വേണ്ടേ, കുറച്ചുകൂടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പൊ അതിനുള്ള ടെക്നോളജീസ് ഡെവലപ്പിംഗ് നേഷൻസിന് കൊടുക്കണം എന്നൊക്കെയാണ് ഈ ബുസാനിൽ നടക്കുന്ന ഈ മീറ്റിംഗിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5th ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേഷൻസ് കമ്മിറ്റി മീറ്റിംഗ് എന്നാണ് ഈ ബുസാനിൽ നടക്കുന്ന മീറ്റിംഗിന് അറിയപ്പെടുന്നത്. 5th ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേഷൻസ് കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റ് ബൈ യുഎന്നിന്റെ ഏജൻസിയായ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. മറ്റേ അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന COP29 സമ്മിറ്റ് നടന്ന UNFCCC ആണ്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇവിടെ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അപ്പം അതും അറിഞ്ഞിരിക്കുക. പിന്നെ വേറൊരു നല്ല സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ്, അറൌണ്ട് 2 lakh ചൈൽഡ് മാരേജസ് വേർ പ്രിവെന്റഡ് ഇൻ എ ഇയർ സെയ്സ് WCD മിനിസ്ട്രി. WCD എന്ന് പറഞ്ഞാൽ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി. അവർ പറഞ്ഞേക്കുന്നു ചൈൽഡ് മാരേജസ് 47.4% ഉണ്ടായിരുന്നു ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന മാരേജസിന് ഏതാണ്ട് 50% ചൈൽഡ് മാരേജസ് ആയിരുന്നു. അത് 2019-21 ആയപ്പോ 23.3 ആയിട്ട് ഹാഫ് ആയിട്ട് കുറയ്ക്കാൻ പറ്റി. ആ ചൈൽഡ് മാരേജ് ഇനി 2029 കൂടി 5% ആയിട്ട് കുറയ്ക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു പുതിയ സ്കീം സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്കീം അല്ല, ആക്ച്വലി അതൊരു ക്യാമ്പയിനിങ് ആണ്. ലൈക്ക് നമ്മളുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞത് അതൊരു ക്യാമ്പയിൻ ആണ്. അതിന്റെ അകത്താണ് ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ സ്കീമൊക്കെ വന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഒക്കെ പറഞ്ഞത്. അത് സേവ് ഗേൾ ചൈൽഡ്, എഡ്യൂക്കേറ്റ് ഗേൾ ചൈൽഡ് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. അത് നമ്മളുടെ ഇന്ത്യയിൽ ഫീമെയിൽ ഇൻഫന്റിസൈഡും ഫീമെയിൽ ഫിയറ്റിസൈഡും ഒക്കെ നടക്കുന്നുണ്ട് തുടങ്ങിയ ഒരു സ്കീമാണ്. അത് മെയിൻലി ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു. അതുപോലെ ബാൽ വിവാഹ് മുക്ത് ഭാരത് അഭിയാൻ, ചൈൽഡ് മാരേജ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ, അതാണ് ഇപ്പം വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ ചൈൽഡ് മാരേജസ് നടക്കുന്നത് 7 സ്റ്റേറ്റുകളിലാണ്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ത്രിപുര, ആസാം ആൻഡ് ആന്ധ്രാപ്രദേശ് എന്നാണ് പറയുന്നത്. അതില് ഈ ബാൽ വിവാഹ് മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് അവരൊരു പോർട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റ്. ആ പോർട്ടലിന്റെ പേര് ഇവിടെ ഉണ്ട്. ആ പോർട്ടലിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. ഇവിടെ കാണും, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആ പോർട്ടലില് പേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ ഇന്ത്യയിൽ ചൈൽഡ് മാരേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ട് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ട് ഒക്കെ നിലവിൽ വന്നതിന് ശേഷമാണ് ഈ ചൈൽഡ് മാരേജിന്റെ കാര്യത്തിലേക്ക് ഇത്രയും റിഡക്ഷൻ ഉണ്ടായത്. പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജസ് ആക്ട് 2006, അങ്ങനെ തന്നെ എഴുതിയേക്കണം. പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജസ് ആക്ട് 2006 എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ആ ആക്ടിന്റെ പേരും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ് അവിടെ പറയാനുള്ളത്. ഇതിന് അടുത്ത പേജിൽ പോകുമ്പോ സോറൻ ഓൾ സെറ്റ് ടു ബിക്കം ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ്. ഏത് സോറൻ? ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന പാർട്ടി in alliance with Congress and RJD won a thumping majority in the last Jharkhand Assembly election. They defeated BJP and its alliance, NDA partners. അപ്പം വീണ്ടും ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരമേൽക്കുന്നു. പിന്നെന്താണ് പിന്നെ ഈ പേജിൽ വേറെ ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ ഒരു വലിയ സുപ്രീം കോടതിയുടെ ഒരു പ്രൊനൗൺസ്മെന്റ് ഉണ്ട്. ഇന്നലെ ഒരു ക്രിസ്ത്യൻ യുവതി, അത് എനിക്ക് തോന്നുന്നു പുതുച്ചേരിയിൽ അങ്ങോട്ട് നടന്ന സംഭവമാണ്. ഷീസ് എ ക്രിസ്ത്യൻ, ബോൺ ക്രിസ്ത്യൻ, പക്ഷെ അവര് ക്രിസ്ത്യാനിറ്റിന്ന് കൺവേർട്ട് ചെയ്ത് ഹിന്ദുയിസം ഫോളോ ചെയ്തതായിട്ട് കാണിച്ചു.
പക്ഷെ അവർ ഇപ്പോഴും ക്രിസ്ത്യാനിറ്റി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് റിസർവേഷൻ കിട്ടാൻ മാത്രം. അവർക്ക് ആ റിസർവേഷൻ കൊടുത്തില്ല. കാര്യം ഹിന്ദുയിസത്തിലേക്ക് മാറണമെങ്കിൽ ആര്യ സമാജത്തിൽ പോയി ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ആയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കണം, ഏത് ഹിന്ദു ആണെങ്കിലും. അതൊന്നും അവരെ കയ്യിലില്ല. എന്നിട്ട് അവർ സുപ്രീം കോടതി പോയി. അപ്പൊ സുപ്രീം കോടതി വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയൊക്കെയാണ്. സ്റ്റേറ്റ്മെന്റ് അല്ല, അവരുടെ വേർഡിക്റ്റ് ആയിട്ടല്ല, അവർ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞൊരു കാര്യമാണ് അവരുടെ പ്രൊസീഡിങ്സിന്റെ സമയത്ത്. The Supreme Court has held in a judgment that judgment ഇറങ്ങിയിട്ടോ. The Supreme Court has held in a judgment that religious conversion without any actual belief largely intended to procure quota benefits defeats the social ethos of the reservation policy and amounts to fraud on the constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ മുകളിൽ ഫ്രോഡ് നടത്തിയാണെന്നാണ് ഇത്തരത്തില് ഉള്ള ആൾക്കാർ, അതായത് ജസ്റ്റ് ഒരു ജോബ് കിട്ടുന്നതിന് വേണ്ടി, ഗവൺമെന്റ് ജോബ് കിട്ടുന്നതിനുള്ള റിസർവേഷൻ കിട്ടാൻ വേണ്ടി മതം മാറിയതായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീയുടെ കേസാണ് നീ പറയുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്, സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ളൊരു വിധി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാൻ. ഗോവ ഗവർണർ നമ്മളെ മലയാളിയാണ്, PS ശ്രീധരൻപിള്ള. ഗോവയുടെ ഗവർണർ ആരാണ്? ശ്രീധരൻപിള്ള. പ്രമോദ് സാവന്ത് ആണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ആരാണ്? പ്രമോദ് സാവന്ത്. ഈ പേജിൽ വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ അടുത്ത പേജിൽ കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാറിന്റെ ഒരു ഫോട്ടോ കാണാം. DK ശിവകുമാർ, കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? സിദ്ധരാമയ്യ. അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജ്. ഇന്നത്തെ എഡിറ്റോറിയൽസ് ഒന്നും അത്ര ഭയങ്കര ഡിഫിക്കൽട്ട് എഡിറ്റോറിയൽസ് ഒന്നും അല്ല, സിമ്പിൾ എഡിറ്റോറിയൽ. ഫസ്റ്റ് എഡിറ്റോറിയൽ പ്രൊട്ടസ്റ്റ് നേഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയൽ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ആഭ്യന്തര കാര്യത്തിനെ കുറിച്ചാണെങ്കിലും we should be aware about that thing, because Pakistan's internal security problems will always create problems inside India also. Always create എന്ന് പറയാൻ പറ്റത്തില്ല, there is a potential because it is a neighboring country അല്ലെ. അപ്പൊ അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, ഇതെല്ലാം ടെററിസം, എവറിത്തിങ് ക്യാൻ ബി സ്പ്രെഡ് ടു ഇന്ത്യ ത്രൂ ദ പോറസ് ബോർഡേഴ്സ് ലൈക്ക് കാശ്മീർ. അവിടെ നിന്നൊക്കെ നമുക്കും അത് പ്രോബ്ലം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ നെയ്ബറിംഗ് കൺട്രീസിൽ പാകിസ്ഥാനിലെന്നല്ല ഏത് രാജ്യത്ത് നടക്കുന്ന ഇഷ്യൂസും ഇറ്റ് ഈസ് എ ഗ്രേറ്റ് കൺസേൺ ഫോർ ഇന്ത്യ ഓൾസോ. അപ്പൊ ഇതില് ഈ എഡിറ്റോറിയൽ പറയുന്നത് ഇമ്രാൻഖാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ ക്രിക്കറ്ററാണ്, പാകിസ്ഥാന് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത നായകനാണ്. അദ്ദേഹം ഒരു പാർട്ടി അവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, PTI എന്നാണ് ആ പാർട്ടിയുടെ പേര്, പാകിസ്ഥാൻ തെഹരീഖ് ഇൻസാഫ് പാർട്ടി എന്ന് പറഞ്ഞ PTI എന്ന് പറഞ്ഞ പാർട്ടി. ഈ പാർട്ടി ആക്ച്വലി അധികാരത്തിലേക്ക് വരുന്നു, പാകിസ്ഥാനിന്റെ പ്രൈം മിനിസ്റ്റർ ആവുന്നു ഈ ഇമ്രാൻഖാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പട്ടാളത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പൺ സീക്രട്ട് ആണ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അല്ലെ ബിഗ്ഗസ്റ്റ് ഫോഴ്സ് ബിഹൈൻഡ് ദ ഗവൺമെന്റ്സ് ഇൻ പാകിസ്ഥാൻ ഈസ് ആർമി. ആർമിയുടെ കൺകറൻസ് ഇല്ലാതെ ഒരു ഡിസിഷൻ അവിടുത്തെ ഗവൺമെന്റ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഷഹബാസ് ഷെരീഫ് എന്ന പ്രൈം മിനിസ്റ്റർ ഒക്കെ ജസ്റ്റ് എന്താ പറയുന്ന പാവകളാണ് ആർമിയുടെ കയ്യിൽ. ഓക്കെ, എല്ലാ കാലത്തും എല്ലാ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ്സും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഈ ഇമ്രാൻഖാനും പ്രൈം മിനിസ്റ്റർ ആയത് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ജനറൽസ് ആണ്, ആർമിയുടെ മേധാവിയുടെ ഒക്കെ ബ്ലെസ്സിങ്ങോട് കൂടി. പക്ഷേ ലേറ്റർ ഷി ഫെൽ ഓഫ് വിത്ത് ദ ആർമി. എന്നിട്ട് ആർമി അതുകൊണ്ട് തന്നെ അങ്ങേരുടെ ഗവൺമെന്റിന്, ഇമ്രാൻഖാന്റെ ഗവൺമെന്റ് അവിടുന്ന് പുറത്താക്കുന്നു, ഷഹബാസ് ഷെരീഫിന്റെ ഒരു ഗവൺമെന്റിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് അപ്പോഴും ഇമ്രാൻഖാൻ ആയിരുന്നു. ഇമ്രാൻഖാൻ അനുകൂലമായിട്ട് അവിടെ ഭയങ്കര സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് ഈവൻ ആർമിയുടെ റാവൽപിണ്ടിയിലെ ആസ്ഥാനം അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാകുന്നു. അപ്പോൾ ഇമ്രാൻഖാൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു 150 കേസ് എടുത്തിട്ട് ആ കേസസിന്റെ എല്ലാം പേരിൽ ജയിലിൽ പിടിച്ചിടിയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയും ജയിലിലിടിയാണ്. പക്ഷെ ജയിലിൽ കിടന്നുകൊണ്ട് എന്നിട്ട് ഇമ്രാൻഖാന്റെ പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കാൻ അനുവദിച്ചില്ല. ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ സിമ്പിളായ ക്രിക്കറ്റ് ബാറ്റ് എന്ന് അവരെ യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ അവിടുത്തെ അദ്ദേഹത്തിന്റെ അനുയായികള് ഇൻഡിപെൻഡൻസ് ആയിട്ട് മത്സരിച്ചിട്ട് അവരവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പക്ഷേ ഈ ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയും അവിടുത്തെ പഴയ മരിച്ചുപോയ പ്രൈം മിനിസ്റ്റർ ബേനസീർ ഭൂട്ടോയുടെ പാർട്ടിയും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് അവരൊരു കോalition ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. ഇമ്രാൻഖാന്റെ പാർട്ടി അധികാരത്തിന് പുറത്ത് നിർത്തുന്നു. അപ്പോഴും ഇമ്രാൻഖാൻ ജയിലിലാണ്. അപ്പൊ ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ ലീഡേഴ്സും പലരും ജയിലിലായി. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെ ഇപ്പോഴും പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ട് ഇപ്പൊ അവിടെ വലിയൊരു മാർച്ച് നടത്തി ഇസ്ലാമാബാദ്, പാകിസ്ഥാന്റെ ക്യാപിറ്റലിലേക്ക്. ആ മാർച്ചില് ഇമ്രാൻഖാന്റെ ആഹ്വാനം അനുസരിച്ചാണ്. ജയിലിൽ കിടന്നുകൊണ്ട് ഇമ്രാൻഖാൻ ഇത്രയും ശക്തനാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ജയിലിൽ കിടന്നുകൊണ്ട് പുള്ളിയുടെ ആഹ്വാനം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഇസ്ലാമാബാദിലേക്ക്
മാർച്ച് നടത്തുകയാണ്. ആ മാർച്ചിനെ പട്ടാളം, പോലീസ് എല്ലാ ബ്രൂട്ട് ഫോഴ്സും ഉപയോഗിച്ച് തടഞ്ഞു. ഈ ഷിപ്പിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സ് റോഡിൽ നിരത്തിയിട്ടാണ് ഈ അവർ ഇസ്ലാമാബാദിൽ റീച്ച് ചെയ്യാതിരിക്കാൻ അവർ തടഞ്ഞത്. പക്ഷെ സ്റ്റിൽ സം ഓഫ് ദ മാനേജ് ടു റീച്ച് ദ പ്രൊട്ടസ്റ്റ് സൈറ്റ് ഇൻ ഇസ്ലാമാബാദ്, ഡി സ്ക്വയർ എന്നറിയപ്പെടുന്ന അവിടുത്തെ പ്രൊട്ടസ്റ്റ് സൈറ്റിൽ. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു മോബിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ അവിടുത്തെ പട്ടാളത്തിനും പോലീസിനും കഴിഞ്ഞു. ഇപ്പൊ തൽക്കാലത്തേക്ക് ശാന്തമായി. പക്ഷെ വീണ്ടും ഒരു കാര്യം ഉറപ്പാണ്, ഇമ്രാൻഖാന്റെ പാർട്ടി അതിശക്തമാണ്. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇമ്രാൻഖാന്റെ ആഹ്വാനം അനുസരിച്ച് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം ഒന്നുമല്ല. പാകിസ്ഥാൻ ഈസ് അണ്ടർ എ വെരി സിവിയർ എക്കണോമിക് ക്രൈസിസ്. പാകിസ്ഥാൻ ഈസ് trying to get around 7 billion bailout package from IMF, International Monetary Fund, and they are almost succeeded in that effort to get that financial aid from the IMF, International Monetary Fund. പക്ഷേ അവിടെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ ഏതാണ് 40% കണ്ടാണ്. ഇന്ത്യയിലൊക്കെ 6% ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ തന്നെ ഹൗ മച്ച് വി ആർ സ്ട്രഗിളിങ്, ഹൗ മച്ച് ദ പുവർ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ സ്ട്രഗിളിങ് ടു മീറ്റ് ദെയർ ഡെയിലി എൻഡ്സ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ 40% ഇൻഫ്ലേഷൻ ഉള്ള രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹൈപ്പർ ഇൻഫ്ലേഷൻ, economic instability, lack of foreign exchange reserve, all these problems are plaguing the economy of Pakistan, and there is no economic growth also, GDP growth, and everything is stagnated. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഫേസ് ചെയ്യാൻ വന്ന പ്രോബ്ലംസ്, ഇറ്റ് ഈസ് വെരി എന്താ പറയുക, ഏത് രാജ്യവും ടെററിസത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ നമ്മളുടെ മതപരമായിട്ടുള്ള ഒരു ഭരണഘടനയായിട്ട് മുമ്പോട്ട് പോയി ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ബംഗ്ലാദേശിന് സംഭവിക്കാൻ പോകുന്ന അതായിരിക്കും. ബംഗ്ലാദേശിൽ ഇപ്പോഴുവരെയും സെക്കുലർ ഡെമോക്രസിയാണ്. പക്ഷേ അവിടെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള ഓർഗനൈസേഷൻസിന്റെ സപ്പോർട്ടോടുകൂടിയാണ് മുഹമ്മദ് യൂനിസ് ഭരിക്കുന്നത്. അവിടെ ഒരു പക്ഷേ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ വേയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യക്കും അങ്ങനെ സംഭവിക്കാൻ നാളെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്ത് സെക്കുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിട്ട് ഇന്ത്യ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യ കൻ ഓൾസോ ഗോ ദ സെയിം വേ പാകിസ്ഥാൻ ഓർ ബംഗ്ലാദേശ് ഇസ് നൗ ട്രാവലിംഗ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഫെയർ ഷെയർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഫെയർ ഷെയർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് ലാസ്റ്റ് വീക്കിൽ നാഷണൽ പ്രസ് ഡേയിൽ പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചാണ്. നാഷണൽ പ്രസ് ഡേയിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ബിഗ് ടെക് കമ്പനീസ് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ആമസോണും മെറ്റയും അതുപോലെ ഗൂഗിളും ഒക്കെ, അവരെല്ലാവരും നമ്മൾ ഇന്ത്യയിലെ പ്രിന്റ് മീഡിയാസിന്റെയും അതുപോലെ നമ്മളുടെ മറ്റ് ഡിജിറ്റൽ മീഡിയാസിന്റെയും ഒപ്പം ബ്രോഡ്കാസ്റ്റേഴ്സ്, ഇപ്പൊ നമ്മൾ ഏഷ്യാനെറ്റൊക്കെ പോലുള്ള ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ ഒക്കെ കണ്ടന്റ് എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളിപ്പം ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏഷ്യാനെറ്റിൽ ഏതെങ്കിലും വീഡിയോ ക്ലിപ്പിംഗ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ക്ലിപ്പിംഗ് കാണാൻ പറ്റുന്നുണ്ട്, മനോരമയിലെ മാതൃഭൂമിയുടെ ന്യൂസ് ക്ലിപ്പിംഗ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈസ് ആക്ച്വലി യൂട്ടിലൈസിങ് ഓൾ ദീസ് ന്യൂസ് കണ്ടന്റ്സ്. പക്ഷെ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് ആരാണ്? ഈ പറഞ്ഞ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും 24 ന്യൂസും ഒക്കെയാണ്. അപ്പൊ ഇതുവഴി അവർക്കുണ്ട് അപ്പം ഒരു ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് എല്ലാത്തിനും ത്രൂ അഡ്വർടൈസ്മെന്റ് ആൻഡ് ഓൾ. So all these big tech giants should be ready to share revenue, fair revenue with this original creators of these news contents. ഈ ന്യൂസ് കണ്ടന്റ്സിന്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാവണം അവരുടെ റവന്യൂ എന്നുള്ളതാണ് അശ്വിനി വൈഷ്ണവ് ലാസ്റ്റ് വീക്കിൽ അവിടെ ഈ നാഷണൽ പ്രസ് ഡേയിലും നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷെ ഇത് ലോകമാകമാനം ഈ ഒരു കാര്യം ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലും ഫ്രാൻസിലും അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓസ്ട്രേലിയ ആണ് ഇതിൽ പയനിയറിംഗ് എഫേർട്സ് നടത്തിയത്. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ ഓസ്ട്രേലിയ ഈ മെറ്റ പോലുള്ള വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ ഈ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അവിടുത്തെ പ്രിന്റ് മീഡിയക്കും ഒക്കെ റവന്യൂ ഷെയർ ചെയ്ത് പറ്റുള്ളത്. അവരിപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി. ഫ്രാൻസും ആ ഒരു വഴിയിലാണ്. ഇന്ത്യ ഇങ്ങനെ പറയുന്ന ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അനുകൂല നിലപാടുണ്ടായ നല്ല കാര്യമാണെന്നാണ് ഈ ഹിന്ദുവിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോരാ, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു നിയമം ഉണ്ടാക്കുക, ആ നിയമം വളരെ സ്ട്രിക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ച് ഇതെല്ലാം ഇവരുടെ കണ്ടന്റ്സും എല്ലാം എടുത്തുകൊണ്ട് പോകാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് പറ്റും. അപ്പം ഓൾറെഡി ഇന്ത്യയിലെ മീഡിയാസ് പലതും വളരെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള എക്കണോമിക് സിറ്റുവേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു റവന്യൂ കൂടെ അവർക്ക് കിട്ടിയാൽ ദാറ്റ് വിൽ ബി സപ്പോർട്ടീവ് ഫോർ ദം ടു സസ്റ്റെയിൻ ഇൻ ദ ലോങ്ങർ റൺ. അപ്പം അതാണ് എഡിറ്റോറിയലിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ഈ ഫേക്ക് ന്യൂസിനെ കുറിച്ച്. ഈ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നുണ്ട്. ആ ഫേക്ക് ന്യൂസിനെ കുറിച്ചും അശ്വിനി വൈഷ്ണവ് കുറച്ച്
കൺസേൺ പ്രകടിപ്പിച്ചു. ദാറ്റ് ഈസ് ജെനുവിൻ കൺസേൺ ഓൾസോ. ഫേക്ക് ന്യൂസ് ഈസ് സ്പ്രെഡിങ് ത്രൂ സോഷ്യൽ മീഡിയ വൈറലി, അത് നമുക്കറിയാം. പക്ഷേ അതിനുവേണ്ടി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് മീഡിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ ഇടയ്ക്ക് വെച്ച് ശ്രമിച്ചിരുന്നു, ഒരു FCU ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്. പക്ഷെ അതിനെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ തടഞ്ഞു. ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു സെൻസർ ന്യൂസ് കണ്ടന്റ് because news is the fourth estate of a country, and the impartial news should reach people. Uncontrolled news should reach people. That is the facet of a healthy democracy. That's why Supreme Court of India decided to scrap Government of India's project FCU fact checking unit. അത് സ്ക്രാപ്പ് ചെയ്തു. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളിൽ കൂടെ ഗവൺമെന്റ് പോകാതെ മീഡിയ ഹൗസസിന് തന്നെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള നടപടികളിൽ കൂടെ എംപവർ ചെയ്യണം. അവർ തന്നെ ഫാക്ട് ചെക്ക് ചെയ്യും ഇതിലെ തെറ്റായിട്ടുള്ള ന്യൂസിനെയും ശരിയായിട്ടുള്ള ന്യൂസിനെയും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഈ പിന്നെ ഒപ്പോസിഷൻ പാർട്ടീസ് ചിലപ്പോൾ എന്തെങ്കിലും ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് ഫേക്ക് നെറേറ്റീവ് ആണ്, ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് അവർ ആന്റി നാഷണൽ ആയിട്ട് മുദ്രകുത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ സ്വന്തം പാർട്ടിക്കാർ അങ്ങനെ ചെയ്താൽ ഗവൺമെന്റ് പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. അത്തരം ഈ നടപടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മീഡിയാസിനെ എംപവർ ചെയ്യുക, ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുക ഫേക്ക് ന്യൂസുകളെ കുറിച്ച്, അതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നും സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ സ്കൂളിംഗ് ഇൻ ഇന്ത്യ ഇൻ ടൈംസ് ഓഫ് പുവർ എയർ ക്വാളിറ്റി എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI വളരെ സിവിയർ ആണ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ, അതായത് 400 മുകളിൽ പോകുമ്പോൾ സ്കൂളുകളും കൂടെ 400 മുകളിൽ പോകുമ്പോൾ അപ്പോഴേ GRAP എന്ന് പറഞ്ഞൊരു സംഭവം ആക്ടിവേറ്റ് ആവും. GRAP എന്ന് പറഞ്ഞാല് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ CAQM ഒക്കെ ചേർന്നാണ്, ഈ സെന്റർ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് CAQM ഒക്കെ ചേർന്നാണ്, അല്ല സെൻട്രൽ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് CAQ ഒക്കെയാണ് ഈ GRAP ഒക്കെ നടപ്പാക്കേണ്ടത്. അപ്പൊ ഈ GRAP വൺസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അപ്പോഴേ സ്കൂളുകൾ പൂട്ടുന്ന ഒരു പരിപാടി കഴിഞ്ഞ 8 വർഷമായിട്ട് ഡൽഹിയിലുണ്ട്. പക്ഷെ അത് വളരെ തെറ്റാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. കാര്യം സ്കൂൾ പൂട്ടിയിട്ട് പിള്ളേർ വീട്ടിൽ ഇരുന്നുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ചിലപ്പോൾ സ്കൂളിലെക്കാരും മോശം എയർ ക്വാളിറ്റി ആയിരിക്കും പുവറായിട്ടുള്ള പല കുട്ടികളുടെയും വീട്ടിൽ എന്ന് പറയുന്നത്. സ്കൂളിൽ ഡൽഹിയിലെ മിക്ക സ്കൂളുകളിലും, ഗവൺമെന്റ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും എയർ പ്യൂരിഫയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്യൂരിഫൈ ചെയ്ത എയർ ഉള്ള റൂമുകളിലാണ് കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വീടുകളിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് തോന്നുന്നില്ല. സ്കൂളുകൾ ഓൺലൈൻ മോഡിൽ നടക്കുമ്പോൾ അവർക്ക് ലേണിങ്ങിന്റെ മാത്രമല്ല സോഷ്യൽ ഇന്ററാക്ഷൻസിന്റെ അവസരം കൂടെ നഷ്ടപ്പെടുകയാണെന്ന് പല തവണ തെളിയിക്കപ്പെട്ടതാണ്. പിന്നെ ഓൺലൈൻ വഴി പഠിക്കുമ്പോൾ മറ്റ് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നതിന്റെയും സ്ക്രീൻ ടൈമിന്റെ ഒക്കെ ആയിട്ടുള്ള കുറെ വിഷയങ്ങളും എല്ലാ കുട്ടികളെ അലട്ടും. ഒപ്പം പൂറായിട്ടുള്ള പിള്ളേരെ ന്യൂട്രീഷണൽ ആസ്പെക്ടിനെ അത് ബാധിക്കും. വി ഓൾ നോ ദാറ്റ് മെനി children in India are depending on midday meal. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കൂളുകളിലെല്ലാം ഗവൺമെന്റ് മിഡ് ഡേ മീൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ല ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം മിഡ് ഡേ മീൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ന്യൂട്രീഷൻ എൻഷർ ചെയ്യാൻ കുട്ടികളെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഓൾസോ ദേ ആർ മിസ്സിംഗ് വൺസ് ഗവൺമെന്റ് സ്റ്റാർട്ട് ഗിവിംഗ് എഡ്യൂക്കേഷൻ ത്രൂ ഓൺലൈൻ മോഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എയർ ക്വാളിറ്റി മോശമാവുമ്പം അപ്പോഴേ സ്കൂളുകൾ പൂട്ടിയിട്ട് ഒരു കാര്യമല്ല. കാര്യം അവർ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ എയർ ആയിരിക്കും കിട്ടുന്നത്. അവിടെ എയർ പ്യൂരിഫയേഴ്സും അങ്ങനെയുള്ള സിസ്റ്റംസ് എല്ലാം ഉള്ളതാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ, ആർക്കും വായിച്ചാൽ മനസ്സിലാവും. യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ. പിന്നെ അവിടെ കർണാടക സോഷ്യൽ സെക്യൂരിറ്റി പ്ലാൻ ദാറ്റ് ആസ് എ പ്രോബ്ലം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഞാൻ വായിച്ചു നോക്കി. സത്യത്തിൽ അത് കുറെ കാൽക്കുലേഷൻസ് ആണ് പറയുന്നത്. ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജിഗ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ജിഗ് വർക്കേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നതിനോട്ട് കർണാടക ഈ ഇടയ്ക്ക് ഒരു നിയമം കൊണ്ടുവന്നു. പക്ഷെ ആ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നതിന് ഒരു സെസ് ഒക്കെ കളക്ട് ചെയ്യും ഈ കമ്പനീസിൽ. ഈ സെസ് കളക്ഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ കാൽക്കുലേഷൻ പ്രോബ്ലംസ് ആണ് ഈ പറയുന്നത്. അവരൊരു എക്സാമ്പിൾ ഒക്കെ എടുത്ത് മാത്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഒരു മരുന്നിനുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണ്ട, നമുക്ക് ഇനി അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ്. നിങ്ങൾ ഇന്നത്തെ ഹിന്ദുവിൽ വായിക്കുന്ന ആർട്ടിക്കിൾസിൽ വായിക്കാൻ പറ്റിയ ആർട്ടിക്കിളാണ് വേറെ റൈറ്റ് ടു വർക്ക് ഡിലീറ്റഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചാണ്. ഈ സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഇന്ത്യയിലെ 100 തൊഴിൽ ദിനങ്ങൾ 100 ഡേയ്സ് ഓഫ് വർക്ക് റൂറൽ ഏരിയാസിലെ ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കുന്നതിന് വേണ്ടി 2006 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത സ്കീമാണിത്. റൂറൽ പോവർട്ടി ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് അത് സഹായകമായിട്ടുണ്ട്.
പക്ഷേ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതിൽ ഒരുപാട് ഡിലീഷൻസ് വരുന്നത്. ഏതാണ്ട് 10 കോടിയോളം ആൾക്കാർ ഇതില് ഈ പേറോളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന്റെ. പക്ഷേ ആ ഡിലീഷന്റെ കാരണം പൊതുവെ എല്ലാവരും കരുതുന്നു പറയുന്നത് AEPS എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു സംഭവമുണ്ട്. AEPS, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം. ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം AEPS എന്ന് പറയുന്നത് നമ്മളുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ മാത്രമല്ല, എല്ലാത്തിലും നടപ്പാക്കാം. ഇപ്പൊ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ ജോലി കിട്ടണമെങ്കിൽ ഒരു ജോബ് കാർഡ് വേണ്ട എല്ലാവർക്കും. അപ്പൊ ഈ ജോബ് കാർഡ് ഉള്ളവർക്കേ ഈ ജോലി ചെയ്യാൻ പറ്റൂ, അവരൊക്കെ പൈസയും കിട്ടുള്ളൂ. ഈ ജോബ് കാർഡുകളെല്ലാം ആധാറുമായിട്ട് സീഡ് ചെയ്യണം, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നൊരു ഡയറക്റ്റീവ് വന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കി പല ഡെഡ് ലൈൻസ് കൊടുത്ത് അവസാനം ഇപ്പൊ ആ ഡെഡ് ലൈൻസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ജോബ് കാർഡുള്ള ആൾക്കാരെ എല്ലാവരെയും പതുക്കെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാണ്, ഡിലീഷൻ നടത്തിയാണ്. പക്ഷെ ഗവൺമെന്റിന് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഗവൺമെന്റ് അത് ഡിനേ ചെയ്യുന്നുണ്ട്. ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്യാത്തതിന്റെ പേരിൽ ആരെയും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഈ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോബ് വേണ്ടാത്തത് കൊണ്ടാണെന്നാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. കാര്യം ഇതിനൊരു പോർട്ടലുണ്ട്, MIS എന്നങ്ങനെയാണ് ആ പോർട്ടലിന്റെ പേര്. അത് MIS, MGNREGA മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളൊരു പോർട്ടലുണ്ട്. ഈ പോർട്ടലിലാണ് ഈ എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാളിന്റെ ഒരു വർക്കറിന്റെ ജോബ് കാർഡ് അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും അതിൻ്റെ അകത്ത് കാണും. ഈ ഡിലീഷന്റെ റീസൺ ഉൾപ്പെടെ MIS പോർട്ടലിൽ രേഖപ്പെടുത്തണം. ഈ MIS പോർട്ടലിൽ രേഖപ്പെടുത്തുന്നത് അവർക്ക് ജോബ് വേണ്ട എന്നാണ് മെയിൻലി രേഖപ്പെടുത്തുന്നത്. അവർ വേറെ എന്തെങ്കിലും ജോലി കിട്ടി, അതുകൊണ്ട് ജോലി വേണ്ട. അപ്പോ നോ മോർ ജോബ് ഈസ് നീഡഡ് എന്നുള്ള രീതിയിലായിരിക്കും അവർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നോട്ട് വില്ലിംഗ് ടു വർക്ക് എന്നോ അങ്ങനെ വല്ലതും ആയിരിക്കും. അപ്പോ ഇന്ത്യ പോലെ ഒരുപാട് തൊഴിലില്ലായ്മയുള്ള രാജ്യത്തില് നോട്ട് വില്ലിംഗ് ടു വർക്ക് ആയിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതില് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഡിലീഷൻസ് ചെയ്യുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ കേൾക്കാൻ വരെ അവസരം കൊടുക്കണമെന്നാണ് യഥാർത്ഥ ഒറിജിനൽ ആക്ടിൽ പറയുന്നത്. പക്ഷെ പലപ്പോഴും ആൾക്കാർ അറിയ പോലും ഇല്ല അവരുടെ നെയിം ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിലേക്ക് ഒരു തെറ്റിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, ഇനി മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ഇന്ത്യ വെൽക്കം ഇസ്രായേൽ ഹെസ്ബുള്ള സീസ് ഫയർ. അല്ലെ, പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ. യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനൻ. ഇന്ത്യ ഇതിൽ ഇത്രയും പ്രാധാന്യം കൊടുത്തതിന് വേറൊരു കാര്യമുണ്ട് ഈ സീസ് ഫയറിൽ. UNIFIL എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സസ് ഇൻ ലെബനൻ. യുണൈറ്റഡ് നേഷൻസിന്റെ പട്ടാളം ലെബനനിൽ പീസ് കീപ്പിംഗിന് വേണ്ടിയിട്ടുണ്ട്. India is the main contributory to UN peacekeeping mission because UN does not have a force of its own. United Nations has no military, so the member countries will contribute their soldiers to UN peacekeeping missions, and India is the largest contributory to the UN peacekeeping missions, and in Lebanon also India's soldiers are there. ഈ ലെബനനും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ UNIFIL വരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇന്ത്യൻ പട്ടാളത്തിന്റെ ജീവൻ അത് ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതൊക്കെ ഇന്ത്യക്ക് ഒരു കൺസേൺ ആണ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ മണിപ്പൂർ CM ആരാണ്? ബീരേൻ സിംഗ്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ബീരേൻ സിംഗ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. പിന്നെ SC seeks balance between bail and obligation of accused to timely trial. അത് നിങ്ങൾക്ക് വലിയ ആവശ്യമില്ല, വേറെ ഇത്രേ ഉള്ളൂ. PMLA എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് ഇന്ത്യയിൽ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. Recently, Prevention of Money Laundering Act has been amended to make it more stringent, and it is very difficult to get bail if one person is arrested under Prevention of Money Laundering Act. അപ്പൊ അതുകൊണ്ട് പലർക്കും ബെയിൽ കൊടുക്കാതെ കാലങ്ങളോളം ജയിലിൽ ഇട്ടേക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പം പ്രോസിക്യൂഷന്റെ സൈഡിൽ നിന്ന് ചാർജസ് ഫ്രെയിം ചെയ്തിട്ട് ഇവർക്ക് എതിരെയുള്ള പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലതാമസം വരുന്നുണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയൊന്നും പറ്റൂല, ബെയിൽ കൊടുത്തേ പറ്റുള്ളൂ, എത്ര സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് ആണെങ്കിലും. പക്ഷെ അപ്പോഴ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരിക്കാം, ബെയിൽ നിങ്ങൾ എടുത്തോ, ഈ ചാർജസ് ഫ്രെയിം ചെയ്യാൻ കാലതാമസം വരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം ജയിലിൽ കിടക്കണ്ട. പക്ഷെ ബെയിൽ എടുത്താൽ നിങ്ങളൊരു കാര്യം ഉറപ്പ് തരണം, വൺസ് ഈ ചാർജസ് എല്ലാം ഫ്രെയിം ചെയ്ത് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഡ്ജോൺമെന്റ് ആവശ്യപ്പെടല്ലോ, അതായത് കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെടല്ലേ. അപ്പൊ ഇപ്പൊ ബെയിൽ എടുക്കുന്നവന് അന്ന് പിന്നെ കാലതാമസം അഡ്ജോൺമെന്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ പറ്റൂല. അഡ്ജോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കേസ് മാറ്റിവെക്കുന്നതിനാണ്.
അപ്പൊ അത് PMLA ആയിട്ട് ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ആ ഒരു ഒബ്സർവേഷൻ പറഞ്ഞേക്കുന്നത്. പിന്നെ താഴോട്ട് വരും 4 മെക്കനൈസ്ഡ് ഇൻഫൻട്രി ബറ്റാലിയൻ ഗെറ്റ്സ് പ്രസിഡന്റ്സ് കളേഴ്സ് ഫ്രം ആർമി ചീഫ്. വാട്ട് ഈസ് പ്രസിഡന്റ്സ് കളേഴ്സ്? പ്രസിഡന്റ്സ് കളേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ആർമി യൂണിറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അവരുടെ വാലറിന്, അവരുടെ ഗ്രേറ്റ് സർവീസ് ടു ദ നേഷൻ, അവരുടെ ബ്രേവറിക്ക് ഇന്ത്യയുടെ ഒരു ആർമി യൂണിറ്റിന്, ഒരുപാട് ആർമി യൂണിറ്റ്സ് ഇല്ല, ആർമിക്കല്ല, ആർമിയുടെ ഓരോരോ യൂണിറ്റ്സ് ഉണ്ടല്ലോ, ആ യൂണിറ്റ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് പ്രസിഡന്റ്സ് കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പലർക്കും കിട്ടാറുണ്ട്. ഇപ്രാവശ്യം കുറെ പേരെ കിട്ടിയ പല 4 ആർമി യൂണിറ്റിന് കിട്ടി. അതിനെ കുറിച്ചാണ് അത് ഞാൻ കൂടുതൽ പറയുന്നത്. നിഷാൻ എന്നങ്ങണ്ട വേറൊരു പേരും ഈ പ്രസിഡന്റ്സ് കളേഴ്സിനുണ്ടെന്ന് ഞാൻ ഇന്നിപ്പോൾ വിക്കിപീഡിയ നോക്കിയപ്പോൾ കണ്ട, നോക്കിക്കൊള്ളണം. ഇന്ത്യയുടെ ആർമി ചീഫാണ് ഇത് പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ആക്ച്വലി ഇത് കൊടുക്കുന്നത് പ്രസിഡന്റ്സ് കളേഴ്സ്. പക്ഷെ ആർമി ചീഫാണ് ഇപ്പോൾ ആ ബറ്റാലിയൻസിന് അത് ഡെഡിക്കേറ്റ് ചെയ്തത്. ആർമി ചീഫ് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ ആർമി ചീഫ് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പിന്നെ ഇന്ത്യൻ ആർമി റിസീവ്സ് ലോജിസ്റ്റിക്സ് ഡ്രോൺസ് ഫോർ യൂസ് ഇൻ ഈസ്റ്റേൺ സെക്ടർ എന്നൊരു ന്യൂസ് ഉണ്ട്. അത് സബൽ 20 ഇന്ത്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്ത, ഇന്ത്യയുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത ഡ്രോൺ ആണ് സബൽ, SABL-20, സബൽ 20. IIT കാൺപൂരിൽ ഇൻക്യുബേറ്റ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ വിന്റർ സെഷൻ ഓഫ് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഡിസ്റപ്റ്റഡ് ആവുന്നു ബിക്കോസ് ഓഫ് അദാനി ഇഷ്യൂ, മണിപ്പൂർ ഇഷ്യൂ, സംഭൽ ഇഷ്യൂ. വാട്ട് ഈസ് സംഭൽ ഇഷ്യൂ? സംഭൽ ഇഷ്യൂ എന്താണെന്ന് ഇന്നലെ പറഞ്ഞു. ഉത്തർപ്രദേശില് സംഭൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്ക് ടെമ്പിളിന്റെ മുകളിൽ പണിഞ്ഞതാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അങ്ങനെ അവിടെ ഇപ്പം എന്തോ സർവേ നടന്നു, അതിന്റെ പേരിൽ അവിടെ വെടിവയ്പ്പൊക്കെ ഉണ്ടായി, കുറച്ച് ആൾക്കാർ മരിച്ചു. ദാറ്റ് ഇസ് എ സംഭൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. ഇപ്പൊ വിന്റർ സെഷൻ ഓഫ് പാർലമെന്റ് ഈസ് ഗോയിങ് ഓൺ, ബട്ട് lot of disruptions are happening. പിന്നെ വഖഫ് ബില്ലിനെ പരിഗണിക്കാൻ വേണ്ടിയുള്ള JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതിന്റെ ടെന്യൂർ മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യും. ടെന്യൂർ ഓൾറെഡി ഓവറായി, ബട്ട് ആൻഡ് ഇറ്റ്സ് ചീഫ് ആൻഡ് JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചീഫ് ജഗദാംബിക പാൽ റിക്വസ്റ്റഡ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ഇറ്റ്സ് ടെന്യൂർ ഫോർ കംപ്ലീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, അതിന്റെ മറ്റ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പൊ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചീഫ് ആരാണ്? ജഗദാംബിക പാൽ, വഖഫ് ബില്ലിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ. പിന്നെ താഴോട്ട് വരുമ്പം വേറെ താഴോട്ടുള്ള ന്യൂസ് ഒന്നും വേണ്ട, അതൊക്കെ പൊളിറ്റിക്സ് ആണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ അശ്വനി വൈഷ്ണവിന്റെ ന്യൂസ് കാണാം. OTT പ്ലാറ്റ്ഫോംസും സോഷ്യൽ മീഡിയ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ലോ വേണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കണം. അദ്ദേഹമാണ് റെസ്പോൺസിബിൾ മിനിസ്റ്റർ ബിക്കോസ് ഹി ഈസ് ദ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഹാസ് മെനി മിനിസ്ട്രീസ്, ഔട്ട് ഓഫ് ദ മോർണിംഗ്സ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി. പിന്നെ 2 cups born to African cheetah in Kuno founded. കുനോ അറിയാലോ, കുനോ നാഷണൽ പാർക്ക് ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ പദ്ധതിയുടെ ആണിക്കല്ല്. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമീബിയ എന്നൊക്കെ ഇന്ത്യയിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ചീറ്റാസിനെ റീലൊക്കേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വീണ്ടും ചീറ്റാസിന്റെ ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ ഒരു പെറ്റ് പ്രോജക്ട് ഉണ്ട്. ദാറ്റ് പ്രോജക്ട് ഈസ് നോൺ ആസ് പ്രോജക്ട് ചീറ്റ ആൻഡ് ഇറ്റ്സ് സെലക്ടഡ് ലൊക്കേഷൻ ഈസ് കുനോ നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ്. അവിടെ 1-2 കപ്സ് ചത്തുപോയി ഇന്നലെ, അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പം ഡിസൈൻ ഓഫ് ഇൻഡിജിനസ് ഹൈ സ്പീഡ് ട്രെയിൻ പ്രോജക്ട് യെറ്റ് ടു ബി ഫൈനലൈസ്ഡ്, മിനിസ്റ്റർ ടെൽസ് ലോക്സഭ എന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യ ഇൻഡിജിനസ്ലി ഒരു ഹൈ സ്പീഡ് ട്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പോയാണ്. ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വന്ദേ ഭാരത് ഒന്നും ഹൈ സ്പീഡ് ഒന്നും അല്ല. ആക്ച്വലി ഇന്ത്യസ് ഹയസ്റ്റ് സ്പീഡ് ഈസ് ഫോർ വന്ദേ ഭാരത് എക്സ്പ്രസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സ്പീഡുള്ള ട്രെയിൻ എന്ന് പറയുന്നത് വന്ദേ ഭാരത. പക്ഷേ അതൊക്കെ തന്നെ 160-150 മാക്സിമം. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ഐഡിയൽ കണ്ടീഷൻ. നോർമൽ കണ്ടീഷനിൽ 120 അതൊക്കെ പോകുന്നത്. ബട്ട് ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 500 km/h ഒക്കെ സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിൻസ് ആണ്. ഇന്ത്യ ഈസ് ഓൾസോ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് ബിറ്റ്വീൻ മുംബൈ ആൻഡ് അഹമ്മദാബാദ്. ദാറ്റ് ഈസ് with the technological and economic help of Japan. ജപ്പാന്റെ ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്ന. എക്കണോമിക് ഹെൽപ്പ്, അതായത് ഫിനാൻഷ്യൽ ഹെൽപ്പ് അവരാണ് തരുന്നത്. പക്ഷെ ഇന്ത്യ സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ ഹൈ സ്പീഡ് ട്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ ഇൻ അസോസിയേഷൻ വിത്ത് BEML ആണ് ചെയ്യാൻ പോകുന്നത്. BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ കമ്പനി. BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, ഇൻ അസോസിയേഷൻ വിത്ത് വേൾഡ്സ് ലാർജസ്റ്റ് കോച്ച് ഫാക്ടറി, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ കോച്ച് ഫാക്ടറിയാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. അവർ രണ്ടുകൂടെ ചേർന്ന് ചെയ്യുന്നത്. അവർ തന്നെയാണ് വന്ദേ ഭാരത് ഡിസൈൻ ചെയ്തത്, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. പിന്നെ ബിസിനസ് പേര് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
ആ പടം അദാനിയുടെ ന്യൂസ് അതൊരു 1000 തവണ ഞാൻ പറഞ്ഞാണ്. അത് അവിടെ റിപ്പീറ്റ് ചെയ്തോടെ എഴുതിക്കുക, അത് വേറെ ഒന്നും പറയാം. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാനിലെ വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ബൈ PTI വർക്കേഴ്സ്. PTI എന്താണ്? നമ്മുടെ ഇമ്രാൻഖാന്റെ പാർട്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്. പക്ഷെ ഇവിടെ ഒരു ന്യൂസ് വേറെ പറയാനുള്ള. ICC ചീഫ് പ്രോസിക്യൂട്ടർ seeks arrest warrant against head of Myanmar military regime. You all heard day before yesterday that Benjamin Netanyahu, Israeli Prime Minister, and his former Defense Minister were declared as war criminals by ICC International Criminal Court, headquartered in Hague, Netherlands, for the war crimes they committed against humanity in Gaza. Previously, during last year, Vladimir Putin, Russian president, was also declared as war criminal by the same ICC due to the ongoing war in Ukraine by the Russian forces. Russian forces ആണ് അവിടെ അഗ്രസർ എന്ന് പറയുന്നത്. അപ്പം റീസെന്റ് ആയിട്ട് വാർ ക്രിമിനൽസ് ഡിക്ലെയർ ചെയ്ത് ആരൊക്കെയാണ്? വ്ളാഡിമിർ പുടിന്, പിന്നീട് ആരെയാണ്? ബെഞ്ചമിൻ നെതന്യാഹുവിന്, 2 ഇൻകുംബന്റ് ആയിട്ടുള്ള ലീഡേഴ്സിന് 2 രാജ്യങ്ങളുടെ. ഇനി ഇതാ പറഞ്ഞേക്കുന്നു, മ്യാൻമർ മിലിറ്ററി അവിടുത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് ആങ് സാൻ സൂക്കിയുടെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് 2022 മ്യാൻമറിന്റെ മിലിറ്ററി അവിടുത്തെ ഭരണം ഏറ്റെടുത്തു. എന്നിട്ട് അവിടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ബ്രൂട്ടലി ദിസ് മിലിറ്ററി റെജിം ട്രൈഡ് ടു സപ്രസ് ദോസ് പ്രൊട്ടസ്റ്റ് ആൻഡ് മെനി പീപ്പിൾ ഡൈഡ്. ഇതിന്റെയൊക്കെ പേരിൽ അവിടുത്തെ മിലിറ്ററി റെജിമിന് അഗേൻസ്റ്റ് ആയിട്ടും ഈ ICC വാർ ക്രിമിനലായിട്ട് ഇത് അയാളെ ഡിക്ലെയർ ചെയ്യുന്നത്. അയാളാണ് അവിടുത്തെ മിലിറ്ററിയുടെ ചീഫ് സീനിയർ ജനറൽ മിൻ ഓങ് ഹ്ലെങ്. അങ്ങനെയാണ് വായിക്കുന്നത്, എനിക്ക് അറിയില്ല അവിടുത്തെ പേരുകൾ. MIN മിൻ ഓങ് ഹ്ലെങ് HLAING. ഇതാണ് ICCയുടെ പ്രോസിക്യൂട്ടേഴ്സ് ആവശ്യപ്പെടുന്ന വേറൊരു കാര്യം. പിന്നെ ബംഗ്ലാദേശിലെ പ്രശ്നം, ഇസ്കോണിന്റെ ചീഫിനെയൊക്കെ അവിടെ അറസ്റ്റ് ചെയ്തു. ഇസ്കോൺ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു തീവ്രവാദ സംഘടനയൊന്നും അല്ല. ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഞാനും കുറച്ചു കാലം ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു സമയത്ത് ഇസ്കോണില് ജസ്റ്റ് കൃഷ്ണന്റെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നു, അവർ ടെമ്പിൾസ് ലോകം മുഴുവൻ സ്ഥാപിക്കുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു, ഇതൊക്കെ ഞാൻ കണ്ടുള്ളൂ, ഷെൽട്ടർ കൊടുക്കുന്നു. ബംഗ്ലാദേശുകാർ ഇപ്പം പറയുന്ന ഇസ്കോൺ അവിടുത്തെ പഴയ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ കയ്യിലൊരു ടൂളാണ്. അവർ ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുന്നു. സ്പോർട്സ് പേജിൽ പോകുമ്പോൾ നമ്മളെല്ലാവരെയും ഹാപ്പി ആക്കിക്കൊണ്ട് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇപ്പൊ സിംഗപ്പൂരിലെ സെന്റോസ് ഐലൻഡിൽ നടക്കുന്ന ഫസ്റ്റ് മാച്ചിൽ ഡിംഗ്ലറൻ ജയിച്ചു. സെക്കൻഡ് മാച്ച് ഡ്രോ ആയി. അപ്പോൾ 1.5 പോയിന്റ് ഡിംഗ്ലറിനും 1/2 പോയിന്റ് ഗുഗേഷിനും ആയിരുന്നു. പക്ഷേ ഗുഗേഷ് yesterday won his first match against Dingleran. Now they are equal, 1.5 points വെച്ച് രണ്ടുപേർക്കുമായി. ഇനി 11 മാച്ചും കൂടെ ഉണ്ട്. ഇതിൽ കൂടുതൽ മാച്ച് ജയിക്കുന്നവർക്ക് ഇപ്പം മാച്ച് ബാലൻസ്ഡ് ആയി. 1.5 പോയിന്റ് രണ്ടുപേർക്ക്. നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടി. ഇന്ത്യ ഹിസ്റ്ററിയിൽ യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ഇന്ത്യയിൽ നിന്നുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാം. ഹിസ്റ്ററിയിൽ യങ്ങസ്റ്റ് ചാമ്പ്യൻ എന്ന് പറയാൻ കാര്യം, ഇപ്പൊ ഗുഗേഷ് വേൾഡ് ചെസ് ടൈറ്റിൽ വിൻ ചെയ്താൽ ഹീസ് 18 years old now. 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സിൽ ഒരാളും വിൻ ചെയ്തിട്ടില്ല. 21 yearsലാണ് ഗാരി കാസ്പറോവ് പണ്ട് വിൻ ചെയ്തത്. അതാണ് യങ്ങസ്റ്റ് എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് ഇപ്പൊ എന്തായാലും ഗുഗേഷ് വിൻ ചെയ്താൽ ഗുഗേഷ് ആയിരിക്കും യങ്ങസ്റ്റ്. അതൊരു വേൾഡ് റെക്കോർഡാണ്. പിന്നെ മറ്റ് ന്യൂസുകളിൽ മറ്റൊന്നും പറയാനൊന്നുമില്ല. സയ്യദ് മുഷ്താഖ് അലി ട്രോഫി ഇന്ത്യയിൽ നടക്കുന്ന ഡൊമസ്റ്റിക് T20 ചാമ്പ്യൻഷിപ്പ് ആണ്. സയ്യദ് മുഷ്താഖ് അലി ട്രോഫി ഇസ് ദ ഡൊമസ്റ്റിക് T20 ചാമ്പ്യൻഷിപ്പ്. ഡൊമസ്റ്റിക് ടെസ്റ്റ് ഫോർമാറ്റിലെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പാണ് രഞ്ജി ട്രോഫി. 1 ഡേ ഫോർമാറ്റിലെ ട്രോഫിയാണ് CK നായിഡു ട്രോഫി. T20 ഫോർമാറ്റിലെ ട്രോഫിയാണ് സയ്യദ് മുഷ്താഖ് അലി ട്രോഫി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.